പരിശുദ്ധാത്മാവിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോബിൻ്റെ പുസ്തകം 23 അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു, അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. എൻ്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ ഉറപ്പിച്ചു. ഞാൻ അവിടുത്തെ പാത പിന്തുടർന്നു, ഒരിക്കലും വ്യതിചലിച്ചില്ല. അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. അവിടുത്തെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നീതിമാനായ ജോബ് സന്തോഷത്തിലിരുന്നും ആഹ്ലാദിക്കുകയും സമാധാനത്തിൻ്റെ തികപ്പിൽ പോവുകയും ചെയ്യുകയല്ല. ജോബ് കഷ്ടതയുടെ ദിനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. കഷ്ടതയിൽ ഇരുന്നു കൊണ്ട് ജോബ് പറയുകയാണ്, ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. കാരണം ഈ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ചു കഴിയുമ്പോൾ, ഇതിനെല്ലാം ഞാൻ അതിജീവിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. എന്നിട്ട് വീണ്ടും പറയാണ്, അവിടുത്തെ മൊഴികൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മൊഴികൾ, കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ജനങ്ങളെല്ലാം വിചാരിച്ചു ജോബ് എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി നന്മയിലേക്ക് വരുത്തില്ലെന്ന്. പക്ഷേ കർത്താവ് എന്താ ചെയ്തത്? ജോബ് കഷ്ടതയിലിരുന്നപ്പം പറഞ്ഞതാണ്, എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. അത് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ജോബിന് ഉണ്ടായിരുന്ന ഐശ്വര്യങ്ങളിലെല്ലാം ഇരട്ടിയായി തിരികെ കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? ജോബിന് 140 വർഷം കൂടി ജീവിക്കുവാനുള്ള കൃപയും അധികാരവും ദൈവം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്കൊരു പുനർജന്മമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു രോഗം വരുമ്പോൾ നമ്മൾ നശിച്ചു പോവുകയല്ല, ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ താണു പോവുകയല്ല. അവിടുന്ന് നമ്മളെ കൈപിടിച്ചുയർത്തും. കടബാധ്യതകൾ വരുമ്പോൾ നമ്മൾ ആ കടത്തിൽ അങ്ങ് വീണു പോകാനുള്ളവരല്ല, ആ കടത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും. ഇത് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? കർത്താവിൻ്റെ വചനം വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പോഴാണ് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ 119 സങ്കീർത്തനം അതിൻ്റെ 71, 72 വാക്യത്തിൽ എന്താ പറയുന്നത്? ആ വചനം എന്താ നമ്മളോട് സംസാരിക്കുന്നത്? ഞാൻ അവിടുത്തെ കർത്താവിൻ്റെ കൽപ്പന എപ്പോഴും എന്നും നമുക്ക് വളരെ ഉപകാരമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ചിട്ട് ആ വചനം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടോ? ആ വചനത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ. 1000കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. ഇങ്ങനെ പറയുവാൻ നമുക്ക് കഴിയുമോ പ്രിയപ്പെട്ടവരെ? കഴിയുകയാണെങ്കിൽ നമ്മൾ വിജയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ മാറണം. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ആരും തരുന്നതല്ല, എവിടെ നിന്നും നമ്മൾ മേടിക്കുന്നതല്ല. ഇത് സ്വർഗത്തിൽ നിന്ന് അപ്പച്ചൻ തരണം. നമുക്ക് സ്വർഗത്തിലെ പിതാവ് നമുക്ക് കനിഞ്ഞരുളണം. സ്വർഗത്തിലെ വചനം സ്വർഗത്തിലെ പിതാവ് തന്നെ നമുക്ക് തരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പാണ്ഡിതനെന്നോ പഠിത്തമുള്ളവനെന്നോ സമ്പന്നനോ ഒന്നും ദൈവം നോക്കുന്നില്ല. കർത്താവ് പറയുന്ന, നീ ശിശുക്കളെ പോലെ ആകുവിൻ. അപ്പോഴാണ് കർത്താവിൻ്റെ വചനം കൊണ്ട് നമ്മെ നിറയ്ക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളെല്ലാം നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവിൻ്റെ നിസ്സീമമായ സ്നേഹത്താൽ ഇവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എൻ്റെ കുടുംബത്തെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളുടെ മുൻപിലും പിൻപിലും കാവലായിരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ പൊന്മുഖം ദർശിക്കുന്ന ആ ദൂതനെ ഞങ്ങളുടെ മേൽ വിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.